ജെയ്സൺ ക്ഷാമവളപ്പിലാണ് ചേരുന്നത്. ജെയ്സൺ, തുടർ ഭരണമല്ല, ജനാധിപത്യത്തിന് കരുത്തുറ്റ പ്രതിപക്ഷമാണ് ആവശ്യമെന്ന് പറയുകയാണ് നിലപാടായി സച്ചിദാനന്ദൻ. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അദ്ദേഹത്തിന്റെ നിലപാടിനെ നമ്മൾ എങ്ങനെ വായിച്ചെടുക്കണം? മാത്രമല്ല, ഇതിനെ വളരെ പോസിറ്റീവായാണോ ഇടത് ക്യാമ്പുകൾ കാണുന്നത്? അതോ ഈ ഘട്ടത്തിലുള്ള സാഹിത്യകാരന്മാരുടെയൊക്കെ വിമർശനം, പ്രത്യേകിച്ച് അക്കാദമി അധ്യക്ഷന്റെയൊക്കെ വിമർശനത്തെ എങ്ങനെയാണ് വായിച്ചെടുക്കേണ്ടത്? വിനീത പറഞ്ഞതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. സ്വാഭാവികമായും മൂന്നാം തവണ അധികാരത്തിലേറാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അടവുകളും കേന്ദ്ര LDF ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടവുകൾ എന്നത് വളരെ പോസിറ്റീവ് സെൻസിലാണ്. രാഷ്ട്രീയമായ എല്ലാ പരിശ്രമങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിലാണ് ഇടതുപക്ഷ സഹയാത്രികനെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ എന്നാണ് ആദ്യത്തെ വെടിപൊട്ടിച്ചിരിക്കുന്നത്. അതും ഇനിയൊരു തുടർ ഭരണം വേണ്ട എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അദ്ദേഹം വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ പാർട്ടിയും ഈ ഭരണവും ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും അപജയങ്ങളും കുറിച്ച്, ജീർണതയെയും കുറിച്ച് അക്കമിട്ട് നിരത്തുകയാണ് സത്യത്തിൽ സച്ചിദാനന്ദൻ ചെയ്തിരിക്കുന്നത്. പ്രധാനമായും കഴിഞ്ഞ കുറേ നാളുകളായി അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ അദ്ദേഹം നടത്താറുണ്ടെങ്കിൽ പോലും, പക്ഷേ ഇത്ര കടുപ്പിച്ചൊരു തുടർ ഭരണം വേണ്ട എന്ന് ഉറപ്പിച്ച് പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അത് ഇടതുപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് CPM-ന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് താനത് പറയുന്നതെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ബംഗാളിനെ മുൻനിർത്തിയാണ് അദ്ദേഹം ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രവുമല്ല, അടുത്ത കാലത്ത് കേരളത്തിൽ പ്രത്യേകിച്ച് ഭരണപക്ഷത്ത്, അതിനേക്കാൾ പ്രത്യേകിച്ച് പിണറായി വിജയന്റെ ഭാഗത്തുണ്ടായ ഭൂരിപക്ഷ പ്രീണനം എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറയുന്നു, വെള്ളാപ്പള്ളി നടേശനുമായി ഉണ്ടായ ബന്ധം, ആ ബന്ധത്തിലൂടെ നടത്തിയ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ എത്രമാത്രം തിരിച്ചടിയാകുമെന്ന് അക്കമിട്ട് നിരത്തുന്നുണ്ട് സച്ചിദാനന്ദൻ. ഇങ്ങനെ അടിമുടി LDF-നെ കടുത്ത വിമർശനം നടത്തിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ പറയുന്നതെല്ലാം ഇത് ഒരു പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അത് LDF-ന് ഗുണം ചെയ്യും. സ്വയം തിരുത്താനും മാറ്റം വരുത്താനും മുന്നോട്ട് പോകാനുമുള്ള ഊർജം സ്വാഭാവികമായും LDF-ന് ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇനിയൊരു ഭരണം ഉണ്ടാകേണ്ടതില്ല എന്നൊരു അഭിപ്രായ പ്രകടനം നടത്തുന്നത്. LDF ഭരിച്ചത് മധ്യവർഗത്തിന് വേണ്ടിയാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അടിസ്ഥാന വർഗത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം LDF നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ എത്രമാത്രം ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം പുറത്തേക്ക് വരുത്തുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അതേസമയം ഇടതുപക്ഷ പ്രവർത്തക, ഒരു കാലത്ത് വലിയ ശക്തമായ ഇടതുപക്ഷ പ്രവർത്തകയും പിന്നീട് ഇടതുപക്ഷ ചിന്തകയും എഴുത്തുകാരിയുമൊക്കെയായ സാറ ജോസഫ് പറയുന്നത്, ഏത് ചെകുത്താനെയും കൂട്ടുപിടിച്ച് ഭരണത്തിലേറുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള നേതാക്കൾ, ആ നിലപാട് ഉണ്ടായിരുന്ന ഒരു സംവിധാനമാണ് CPM-ഉം അതുപോലെ തന്നെ ഇടതുപക്ഷവും. അത്തരത്തിലുള്ളൊരു നിലപാട് ഈ നാടിന്റെ നാശത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് തന്നെ തുടർ ഭരണം ആവശ്യമില്ല. ഇനിയുള്ള കാലം ഒരു പുനർചിന്തയ്ക്കും തിരുത്തലിനും വേണ്ടിയുള്ള കാലമാണ്. അത് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് തിരുത്തണം. അതോടൊപ്പം തന്നെ ജനങ്ങളെ കൂടുതൽ കേൾക്കാൻ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കൂടുതൽ കഴിയും എന്ന ഒരു അഭിപ്രായം കൂടി ഇവർ പറഞ്ഞു. ഏതായാലും തിരഞ്ഞെടുപ്പ് എടുത്ത ഘട്ടത്തിൽ ഇടതുപക്ഷ പ്രവർത്തകർ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ CPM-നെ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വിനീത.